students, welcome back to my channel, your online teacher. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +2 അക്കൗണ്ടൻസി ചാപ്റ്റർ 1ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് വന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അത്ര സിമ്പിളാണ്. സോ നമ്മുടെ കൂടെ പഠിക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കാം. Kuttiyamma and Oliver Twist are partners with fixed capitals of 80,000 and 60,000 respectively. ഈ രണ്ട് പേര് നിങ്ങൾ എവിടെയാണ് കണ്ടേക്കുന്നതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടോ എന്ന് അറിയണേ. കുട്ടിയമ്മയോ ഒലിവർ ട്വിസ്റ്റ് എവിടെയുള്ളത്. സോ അപ്പോൾ അങ്ങനെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ ഫിക്സഡ് ക്യാപിറ്റൽ 80,000 60,000 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ദേ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. കിട്ടുന്ന ലാഭമല്ലേ നഷ്ടം അവർ 3:2 ഡിവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈസ് ടു ബി ചാർജ് ഫോർ കുട്ടിയമ്മ. കുട്ടിയമ്മയ്ക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 ഒലിവർ ട്വിസ്റ്റിൻ്റേത് 180 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് അറ്റ് 10%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. ഡ്രോയിങ്സ് ഓഫ് കുട്ടിയമ്മ വേർ 5,000 ആൻഡ് ഒലിവർ ട്വിസ്റ്റ് 3,000. ഇവരുടെ വിഡ്രോയിങ്സ് ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട് 5,000 3,000 വെച്ചിട്ട്. ദെൻ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും ബിഫോർ ആയിട്ടുള്ള പ്രോഫിറ്റ് 21,000 ആണ്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രണ്ട് കാര്യം മാത്രമേ വരുള്ളൂ. അതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. 2 കാര്യം മാത്രമേ വരുള്ളൂ ക്രെഡിറ്റ് സൈഡിൽ. ഏതാണ്? ഒന്ന് നെറ്റ് പ്രോഫിറ്റും ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ല കേട്ടോ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 2 കാര്യം മാത്രമേ വരുള്ളൂ. ഒന്നെന്താണ്? നെറ്റ് പ്രോഫിറ്റ്. ഫസ്റ്റ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതാം. ഒന്ന് നെറ്റ് പ്രോഫിറ്റ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ബാക്കി എല്ലാ കാര്യവും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുള്ളൂ. ആ എഴുതുന്നത് എന്തൊക്കെയാണ്? നെറ്റ് ലോസ് ഉണ്ടെങ്കിൽ എഴുതും. പിന്നെ പാർട്ട്നേഴ്സിൽ കിട്ടുന്ന കാര്യങ്ങളില്ലേ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇത്രയും കാര്യങ്ങൾ മാത്രം. പിന്നെ പ്രോഫിറ്റിൻ്റെ ഷെയറും. ഓക്കെ, പ്രോഫിറ്റിൻ്റെ ഷെയർ നമ്മൾ അവിടെ എഴുതും. ഇത്രയും കാര്യങ്ങൾ പ്രോഫിറ്റിൻ്റെ ഷെയർ ഇല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇല്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എഴുതും? നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് നെറ്റ് ലോസ് എഴുതും. പിന്നെ പാർട്ട്നേഴ്സിന് കിട്ടുന്നതായിട്ടുള്ള സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ എഴുതുള്ളൂ. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് കിട്ടും. ഇത്രയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ്. ഇത് നമുക്ക് ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ നെറ്റ് ലോസിൽ നിന്നോ ആയിരിക്കണം. നമുക്കിവിടെ ചോദ്യത്തിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത് 21,000. ഇത് നമ്മൾ എവിടെ എഴുതണം? ഏത് സൈഡിൽ എഴുതണ്ടേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് ഈ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇത് വന്നിരിക്കുന്നത് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 21,000 വന്നിട്ടില്ലേ, അത് അങ്ങനെയാണ്. ആ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം മാത്രം നമ്മൾ അവിടെ എഴുതുള്ളൂ എന്ന് പറഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മുടെ ചോദ്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ എഴുതി. കുട്ടിയമ്മയുടേത് 300 ഒലിവർ ട്വിസ്റ്റിൻ്റേത് 180 ആയിരുന്നു, അതും നമ്മൾ എഴുതി. ഈ രണ്ട് കാര്യം മാത്രമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുള്ളൂ. ഇനി ബാക്കിയുള്ളതെല്ലാം ഡെബിറ്റ് സൈഡിൽ. ഏതൊക്കെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ഈ 4 കാര്യങ്ങൾ മാത്രം കേട്ടോ. വേറെ ഒന്നും എഴുതണ്ട, ഈ 4 കാര്യങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതണം അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 10%. അതായത് ഇവരുടെ 80,000 ഉണ്ടല്ലോ ക്യാപിറ്റൽ, അത് ഇൻറ്റു 10/100. 60,000 ഉണ്ടല്ലോ ക്യാപിറ്റൽ, അത് ഇൻറ്റു 10/100. അതായത് ഇതാ 8,000 6,000 നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതേണ്ടത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആ കുട്ടിയമ്മയുടെ എഴുതി 8,000 ഇൻറ്റു 10/100 8,000 80,000 ഇൻറ്റു 10/100. ഒലിവർ ട്വിസ്റ്റിൻ്റേത് 60,000 ഇൻറ്റു 10/100 6,000 ആണ്. സോ അതും നമ്മൾ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ എന്താ അവർക്ക് കിട്ടുന്നത്? നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതായിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റിയിട്ട് പറഞ്ഞു, അത് എഴുതി. പ്രോഫിറ്റ് നമ്മൾ എഴുതി. പിന്നെ ഇതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അവരുടെ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട് 5,000
3000. അപ്പം നമ്മൾ ഓർക്കും ചോദ്യത്തിൽ ഡ്രോയിങ്സ് തന്നതല്ലേ, നേരെ പോയി ക്രെഡിറ്റ് സൈഡിൽ എഴുതാമെന്ന് ഓർക്കും. പക്ഷേ എഴുതാൻ പാടില്ല. കാരണം ഡ്രോയിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതില്ല. പിന്നെ ഈ ഒരു ചോദ്യത്തിൽ സാലറിയും കമ്മീഷനും പാർട്ട്നേഴ്സ് ലോണിൽ ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം തരുമ്പോൾ അതിൽ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, പാർട്ട്നേഴ്സ് ലോൺ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ആ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതി ബാലൻസ് ചെയ്യുക. നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ഇത്രയും കാര്യം മാത്രമേ എഴുതാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് ഏത് സൈഡിലാണ്? 21,300 180. ഇതാ 21,480 ആണ് വലിയ എമൗണ്ട്. അത് 2 സൈഡിലും നമ്മൾ എഴുതി. അതിൽ നിന്ന് ഈ 8,000ഉം 6,000ഉം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതാ 7,480 എന്നുള്ളത് ഡിഫറൻസ് കിട്ടി. അത് ഈ സൈഡിലായിരുന്നു ഡിഫറൻസ്, അതുകൊണ്ട് അത് പ്രോഫിറ്റാണ്. ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഈ ഡിഫറൻസ് എങ്കിൽ അത് ലോസ് ആയി മാറിയിരുന്നു. ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് അത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ആർക്കുള്ളതാ? ആ പാർട്ട്നേഴ്സിനുള്ളതാ. കുട്ടിയമ്മയ്ക്കും ഒലിവർ ട്വിസ്റ്റിനും ഉള്ളതാണ്. അപ്പോൾ കുട്ടിയമ്മയ്ക്കും ഒലിവർ ട്വിസ്റ്റിനും കൂടി നമ്മൾ ആ 7,480 വീതിച്ചു കൊടുക്കണം. അവരുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3:2 എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ 3:2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ റേഷ്യോ ആക്കാം? 3:2 എന്ന് പറയുമ്പോൾ നമുക്ക് 3+2 എന്ന് എഴുതാം. 3+2 എന്ന് വെച്ചാൽ 5 ആണ്. ഈ 5ന് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക രണ്ടെണ്ണത്തിന്. അപ്പോൾ അത് 3/5 2/5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 7,480 ഇൻറ്റു 3/5 ചെയ്താൽ 4,488 കിട്ടി. അതുപോലെ തന്നെ 7,480 2 ഇൻറ്റു 2/5 ചെയ്താൽ 2,992 കിട്ടി. അതാണ് അവർക്ക് 2 പേർക്കും ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വേറൊരു ചോദ്യത്തിൽ ഇതല്ലാതെ കൂടുതൽ എന്താ തരാൻ ചാൻസ് ഉള്ളത്? സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ഇത്രയും കാര്യം തരുള്ളൂ. അപ്പോൾ അത് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ താഴെയായിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്താൽ മതി കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ആ ചോദ്യം എക്സാമിന് വരും. അപ്പോൾ നമ്മൾ ഇത് കൂടാതെ ഇങ്ങനെയല്ലാതെ ഈ ചെറിയ ക്ലാസ്സസ് അല്ലാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 1 മണിക്കൂറിൻ്റെ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഫീസ് അടിച്ച് ജോയിൻ ചെയ്യാൻ വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഷുവർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിലെ പ്രോബ്ലംസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, എക്സാമുകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഈ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ വന്ന് നിൽക്കണ്ട. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നേരിട്ടും ഗൂഗിൾ മീറ്റിലൂടെ ലൈവായിട്ടും ഒക്കെ ഡൗട്ടുകൾ ചോദിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 6238917889 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് എന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഷുവറായിട്ടും എത്ര അക്കൗണ്ടൻസി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, കൊമേഴ്സ് സബ്ജക്റ്റ് അറിയാത്തൊരു കുട്ടിയാണെങ്കിലും വളരെ നന്നായിട്ട് നമ്മുടെ കൂടെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക്